ഇന്നത്തെ ഒരു ചെറിയ ടോപ്പിക്കാട്ടോ ഇരുളും വെളിച്ചവും. അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമുക്ക് ദൈവം ഇരുളും തന്നിട്ടുണ്ട്, വെളിച്ചവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു നിശ്ചിത സമയത്തേറ്റാണ് നമുക്ക് മുന്നിൽ വരുന്നത്. ഇരുള് ഒരു നിശ്ചിത സമയവും അതുപോലെ വെളിച്ചം ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴത്തേക്കും രണ്ടും മാറി മാറി വരും. പിന്നെ ഇരുളിലെ പ്രത്യേകത എന്താ? ഇരുളിൽ നമുക്കൊന്നും തന്നെ കാണാൻ കഴിയില്ല. അതായത് നമ്മുടെ മുന്നോട്ടുള്ള പാതകൾ നമുക്ക് നടക്കാൻ എന്താ വേണ്ടത്? ശരിയായ വെളിച്ചം ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കും. അതാണ് ഇരുളിൽ നമ്മൾ നടന്ന് നീങ്ങുമ്പോഴുള്ള അവസ്ഥ. അപ്പം നമ്മളെ ഈ ഇരുളും വെളിച്ചവും നമ്മുടെ സന്തോഷവും സങ്കടവുമായിട്ട് നമ്മൾ സപ്പോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സന്തോഷങ്ങളും അധികം നേരം നിലനിൽക്കില്ല, അതുപോലെ സങ്കടങ്ങളും അധികം നേരം നിലനിൽക്കില്ല. അപ്പോൾ ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് ഇരിക്കും. ഇനി ബൈബിളിൽ ഒരു ബൈബിൾ വചനം പറയുന്നുണ്ട്, നിന്നിലുള്ള വെളിച്ചം ഇരുളാതെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. നിന്നിലുള്ള വെളിച്ചം, നമ്മളിലുള്ള വെളിച്ചം എന്താ? നമ്മളിൽ നമ്മളിലുള്ള വെളിച്ചം എന്താണെന്നുള്ളത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. എന്താ പറയണേ? അവിടുത്തെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. അപ്പം നമ്മളിലുള്ള വെളിച്ചം എന്താ? ദൈവത്തിൻ്റെ വചനം. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇരുൾ മൂടിയ അവസ്ഥകളൊക്കെ അതിലൂടെ നമ്മൾ കടന്നു പോകാറായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പല സന്ദർഭങ്ങളും പലരുടെ ജീവിതത്തിൽ ഉണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം. അതായത് ദൈവം നമുക്ക് ഒരുപാട് വചനങ്ങൾ കൽപ്പനകളായിട്ട് നമുക്ക് പാലിക്കാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വചനങ്ങൾ നമ്മൾ എന്താ പറയുക, ആ വചനങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴാണ് നമ്മളിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയണത്. നമ്മളെവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കുന്നത്? ദൈവ വചനങ്ങളിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ ഇരുളിൻ്റെ അവസ്ഥ എന്താ? ഇരുളിൽ നമുക്കൊന്നും ശരിയായി കാണാൻ കഴിയത്തില്ല. നമ്മൾ മുന്നോട്ടുള്ള പാതകളെല്ലാം ഇരുൾ മൂടിയതുകൊണ്ട് നമുക്ക് ഇരുളിൽ നടക്കാൻ നമുക്ക് എന്താ വേണ്ടത്? വെളിച്ചം വേണം. അതുപോലെ നമ്മുടെ ജീവിതം ഇരുളിൽ നീങ്ങുമ്പോൾ നമുക്ക് മുന്നിൽ എന്താ എത്തേണ്ടത്? ദൈവത്തിൻ്റെ വചനമാകുന്ന വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി മാറേണ്ടത്. പിന്നെ ദൈവം പറയുന്നുണ്ട്, അന്ധനെ അന്ധൻ നയിച്ചാൽ കുഴിയിൽ വീഴും. അതെന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളിൽ ഒരു എന്താ പറയുക, നമ്മളിൽ നന്മകളുണ്ടെങ്കിൽ ആ നന്മകളുമായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ കൂടെ നടക്കുമ്പോൾ ആ നന്മകളായിരിക്കും അവർക്ക് പാസ് ചെയ്യണത്. അതേസമയം നമ്മളിൽ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മളിൽ ഒരു എന്താ പറയുക, തിന്മയുടെ മനസ്സാണ് നമ്മളിലെങ്കിൽ നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്നത് തിന്മയുടെ മനസ്സായിരിക്കും. ശരിയല്ലേ? അപ്പോൾ അതാണ് പറയണത്, ഒരേ ചിന്താഗതിക്കാർ നടന്ന് നീങ്ങുമ്പോഴത്തേക്കും കുഴിയിൽ വീഴാനുള്ള ഇതുണ്ട്. കാരണം രണ്ടു പേർക്കും ശരിയായ വെളിച്ചം എന്താണെന്നുള്ളത് അറിയത്തില്ല. രണ്ടു പേരുടെയും മുന്നിൽ ഇരുൾ മൂടിയ അവസ്ഥകളിലാണ്. അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരാളുടെ ഉള്ളിലുള്ളതേ മറ്റൊരാളിലേക്ക് പകരാൻ കഴിയും. പക്ഷേ യഥാർത്ഥ വെളിച്ചം എന്ന് പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ വചനമാണ് യഥാർത്ഥ വെളിച്ചം. ആ വചനത്തിൽ എന്തൊക്കെയാണ് പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. എന്താ? ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക, അങ്ങനെ കുറേ കൽപ്പനകൾ നമുക്ക് ദൈവവചനത്തിൽ പാലിക്കാനായിട്ട് തരുന്നത്. നമ്മളതൊക്കെ പാലിക്കാറുണ്ട്. നമ്മൾ നമ്മുടേതായ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൈവം എത്രയോ കൽപ്പനകളും എത്രയോ നല്ല നല്ല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അത് ശ്രദ്ധിക്കാറുണ്ടോ? നമ്മളുടെ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് നമ്മളങ്ങ് മുന്നോട്ട് പോവുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഇരുൾ നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും ഇരുൾ മൂടിയ അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കാറുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ എങ്ങനെ ഇനി മുന്നോട്ട് പോകും ദൈവമേ എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം പോരാ, നമ്മുടെ അവസ്ഥ ദൈവത്തോട്
പറയുകയും ചെയ്യണം. അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട യഥാർത്ഥ കാര്യം. അന്ധൻ പറയുന്നുണ്ട്, കർത്താവേ എനിക്ക് കാഴ്ച തരണമേ. ബധിരൻ പറയുന്നുണ്ട്, കർത്താവേ എനിക്ക് കേൾവി തരണമേ എന്നൊക്കെ അവരവരുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവം എന്താ തിരിച്ചവർക്ക് ചെയ്തു കൊടുക്കണത്? എല്ലാവർക്കും ദൈവം ആ ഇരുൾ മാറ്റി കൊടുക്കുകയല്ലേ ചെയ്യണത്. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഇരുൾ മൂടി നിൽക്കുമ്പോഴത്തേക്കും യഥാർത്ഥ വെളിച്ചമായ ദൈവവചനത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ആ ഇരുൾ മൂടിയ അവസ്ഥകളെല്ലാം മാറി മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ പറയുക, അപ്പം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ വെളിച്ചം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം അനുദിനം നമ്മൾ ബൈബിളൊക്കെ വായിക്കണം എന്ന് പറയണല്ലേ. ഈ ബൈബിളിൽ എന്താ ദൈവവചനമാണ്. ആ ബൈബിൾ നിറയെ ദൈവവചനങ്ങളല്ലേ. ആ ദൈവവചനത്തിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത്? ദൈവത്തിൻ്റെ സ്നേഹമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് പരസ്പരം സ്നേഹിക്കാനാവും. ദൈവം എന്താ പറഞ്ഞേക്കണം? നിനക്ക് എന്ത് തന്നെ ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല. അപ്പോൾ അതാണ് നമ്മൾ ജീവിതത്തിൽ ഓർക്കേണ്ട ഏറ്റവും വലിയ കാര്യം. നമ്മളെന്തൊക്കെയോ കിടന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട്, പക്ഷേ അതൊക്കെ എന്താ പറയുക, ദൈവത്തിന് ദൈവത്തോടുള്ള സ്നേഹമായിട്ട് തോന്നിയാലാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും. നമ്മളെന്നും നിരന്തരം പോയി പള്ളിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ കുർബാന കൂടുന്നുണ്ട്, നമ്മൾ എന്താ പറയുക, നമ്മൾ മുടങ്ങാതെ കൊന്ത എത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്യുമ്പോഴൊക്കെ എന്താ പറയുക, ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം നമ്മൾ ദൈവത്തിനോട് കൊടുത്തില്ലെങ്കിൽ അതൊക്കെ ദൈവത്തിന് വെറും എന്താ പറയുക, പ്രഹസനമായി തോന്നുമെന്ന് പറയത്തില്ലേ. അപ്പം യഥാർത്ഥ സ്നേഹം എന്താ? ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത്. അതായത് നമ്മുടെ ജീവിതത്തിൽ സഞ്ചരിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശത്തിലായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് പറ്റുന്ന കാര്യം എന്താ? ഈ ഇരുള് നീങ്ങിയ അവസ്ഥയിൽ നമ്മൾ ദൈവത്തെ മറന്നു പോവുകയാണ്. ദൈവം എന്നുള്ളൊരു ചിന്ത, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെല്ലാം മാറി നമ്മൾ ലോകത്തിൻ്റെ ചിന്തകളിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഇടയ്ക്ക് വെച്ച് മനുഷ്യൻ എന്താ പറയുക, നമ്മുടെ ജീവിതം എന്നൊക്കെയുള്ളൊരു ഇതിലേക്ക് പോകണത്? ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ഇല്ലാതാകുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ഇല്ലാതാകുമ്പോൾ നമ്മൾ മറന്നു പോവുക. നമുക്കും ഇതിനെല്ലാം മുകളിൽ നമുക്കൊരു ദൈവമുണ്ടെന്നുള്ളത് മനുഷ്യൻ മറന്നു പോവുകയാണ്. അപ്പം മനുഷ്യൻ മറക്കാതെ ദൈവത്തെ ഓർക്കാനായിട്ട് എന്താ വേണ്ടത്? മനുഷ്യന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയും. അപ്പോൾ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് നിൻ്റെ ജീവിതത്തിൻ്റെ പാതകളിൽ നീ ദൈവത്തിൻ്റെ വചനമാകുന്ന പ്രകാശത്തിലാണ് നടക്കേണ്ടതെന്നാണ് ദൈവം ഒരു സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞ കാര്യം. ഇതുപോലെ കൊച്ചു കൊച്ചു ടോപ്പിക്ക് എനിക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.